ദൈവത്തിന് മഹത്വം. ഏവർക്കും ക്രിസ്തുവിൽ ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 24 മുതൽ അവിടെ നാം ഇപ്രകാരം കാണുന്നു: ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു. അത് വീണു, അതിന്റെ വീഴ്ച വലിയതായിരുന്നു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ബുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ ഗൃഹനിർമ്മാണവും ബുദ്ധികെട്ട മറ്റൊരുവന്റെ ഗൃഹനിർമ്മാണത്തെ കുറിച്ച് കർത്താവ് ഒരു പ്രത്യേക ഉദാഹരണം ഇവിടെ പറയുന്നതാണ് കാണുവാൻ കഴിയുന്നത്. അഥവാ നമ്മുടെ ജീവിതം ഒരു ഭവനത്തോട് ഉപമിക്കാവുന്നതാണ്. ജീവിതമാകുന്ന ആ സൗധം ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് പണിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് പണിതിരിക്കുന്ന ആ പണി മാത്രമേ നിലനിൽക്കുകയുള്ളൂ. മത്തായിയുടെ സുവിശേഷം 16:18 ആ അടിസ്ഥാനം അല്ലെങ്കിൽ സഭയുടെ അടിസ്ഥാനം ക്രിസ്തുവാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും എന്നാണ് 11-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നത്. അഥവാ നീതിയും ന്യായവും അവിടുത്തെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാണ് എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 3:10-11 വാക്യങ്ങളിൽ പൗലോസ് പറയുമ്പോൾ, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തനും നോക്കിക്കൊള്ളട്ടെ. യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. യേശു ക്രിസ്തു എന്ന ആ അടിസ്ഥാനം ഒഴികെ മറ്റൊന്നും ആർക്കും ഇടുവാനായിട്ട് കഴിയുകയില്ല. അഥവാ ഇട്ടാൽ അത് നിലനിൽക്കുകയില്ല. ഇന്ന് പല നിലകളിലുള്ളതായ ഉപദേശങ്ങളും പണികളും ഇതെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓരോരുത്തര് അവരുടെ ഇംഗീതങ്ങൾക്ക് അനുസരിച്ച്, ജഡീക ഇച്ഛകൾക്ക് അനുസരിച്ച്, ജഡമോഹങ്ങൾക്ക് അനുസരിച്ച് ഉപദേശത്തെ വളച്ചൊടിക്കുവാനായിട്ട്, ലോകമോഹങ്ങളുടെ പിറകെ പോകുവാനായിട്ട് ഒക്കെ നോക്കുന്ന പല നിലകളിലുള്ളതായ പണികളാണ് ഇന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ അതൊന്നും നിലനിൽക്കുകയില്ല. ദൈവം തന്റെ വചനം നമുക്ക് നൽകിയിട്ടുണ്ട്. വിശുദ്ധിയുടെയും വേർപാടിന്റെയും ആ വേർപാട് എവിടെയെല്ലാം എങ്ങനെയെല്ലാം അനുസരിക്കണം എന്ന് വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം നമ്മെ ഉപദേശിക്കുന്നുണ്ട്. അതേപോലെ ആ ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തോട് ചേരണമെങ്കിൽ, ക്രിസ്തുവിനോട് ചേരണമെങ്കിൽ നാം എന്തെല്ലാം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിനകത്ത് അന്തർലീനമായിട്ടുണ്ട് എന്നുള്ളത് നാം വിസ്മരിക്കരുത്. പകൽ പോലെ അതെല്ലാം വളരെ വെളിച്ചമായി കർത്താവ് വചനത്തിൽ ചേർത്തിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിന്മേൽ പണിയുന്ന പണി നിലനിൽക്കും. അല്ലാത്തത് ഇവിടെ നമ്മൾ വായിച്ചതുപോലെ കാറ്റടിച്ചു, പെരുമഴ ചൊരിഞ്ഞു, ആ വീട്ടിന്മേൽ അലച്ചു, അതിന്റെ വീഴ്ച
വലിയതായിരുന്നു. അനേകർ വീണുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ശത്രു വീഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടതാണോ എന്ന്, പൂർണ്ണമായി അടിസ്ഥാനപ്പെട്ടതാണോ? ആ ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട പണിയിൽ അവിടെ ഭിന്നതകളോ ഇടർച്ചകളോ ഇല്ല. ക്രിസ്തുവാകുന്ന മൂലക്കല്ലിനോട് ചേർത്ത് വെച്ച് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപകൾക്ക് അനുസരിച്ച് പണിയുകയാണ് നാം ചെയ്യേണ്ടത്. അതിനായിട്ട് ദൈവാക്കരങ്ങളിൽ ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആശ്വാസത്തിൻ പൂർണ്ണ